ഉപദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഈശോ പ്രത്യാഗമനത്തിനായിട്ട് പരിശുദ്ധ അമ്മയെ നമ്മുടെ അരികിലേക്ക് നമ്മളെയൊക്കെ ഒരുക്കാൻ വിട്ടിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രവിച്ചല്ലോ. ഈശോയ്ക്ക് നന്ദി പറയാം. അമ്മയുടെ മക്കളെ അമ്മ ഒരുക്കുമ്പോൾ ഏറ്റവും പൂർണ്ണതയിൽ, ഏറ്റവും വിശുദ്ധിയിൽ, വിശുദ്ധിയുടെ സൗന്ദര്യത്തിൽ നിറച്ചുകൊണ്ട് അമ്മ ഒരുക്കുക. അമ്മ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയമാകുന്ന താരാട്ട് തൊട്ടിയിൽ ഞാൻ എൻ്റെ മകനെ കിടത്തിയിരിക്കുക എന്ന്. ഉണ്ണീശോയെ നമുക്ക് സ്വീകരിക്കാം, നമ്മുടെ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. അവിടുത്തെ പ്രത്യാഗമനം മാലാഖമാരുടെ അകമ്പടിയോടും മഹാപ്രഭാവത്തോടും കൂടെ ആയിരിക്കും. അവിടുന്ന് മഹത്വത്തിൻ്റെ തേരിൽ ലോകത്തിലേക്ക് ഇറങ്ങി വരും. നമ്മൾ തന്നെ ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരണത്തിൻ്റെ നാളുകളിൽ നമ്മൾക്ക് തന്നെ മനസ്സിലാകുന്ന രീതിയിൽ പല അനർത്ഥങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഓർക്കുക, കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കേണ്ട ദിവസം അടുത്തു എന്ന്. അത് നാളെയല്ല, മറ്റന്നാളല്ല, അടുത്ത മാസമല്ല, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയല്ല, അടുത്ത വർഷമല്ല, അത് ഇപ്പോഴാണെന്ന് സ്വീകരിച്ചാൽ നമ്മൾക്ക് അമ്മയുടെ ആഹ്വാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരുങ്ങാൻ പറ്റും. പരിശുദ്ധ അമ്മ നൽകിയ 24ാമത്തെ സന്ദേശം 1998 ജനുവരി 1 അമ്മ പറഞ്ഞു, മക്കളെ, നന്ദി കെട്ട ജനത്തിന് നേരെ കർത്താവിൻ്റെ കോപം പൂർണ്ണതയിലുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ആക്രമണങ്ങളും നശീകരണവും അസമാധാനവും തകർന്ന രീതിയിലുള്ള ഭരണകൂടവും വഴി അനേകർ നശിക്കാൻ ഇടയുള്ളതിനാൽ എല്ലാ മക്കളും മനമുരുകി പ്രാർത്ഥിക്കണം. എല്ലാ സന്ദേശത്തിലും അമ്മ പറയുന്നു, മനമുരുകി പ്രാർത്ഥിക്കണം. നമ്മൾ ലോകത്താ ജീവിച്ചിരിക്കുന്നേ. ഈ ലോകത്തെ മറികടന്ന് നമുക്കൊരു ജീവിതമുണ്ട്, അനശ്വരതയിൽ ഒരു ജീവിതമുണ്ട്. നമ്മുടെ ജീവനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുള്ള ഒരു സ്വർഗീയ ജീവിതമുണ്ട്. അതിലേക്ക് പോകണമെങ്കിൽ ലോകത്ത് ജീവിച്ച് ലോകത്തോട് മരിച്ച് പോയേ പറ്റൂ. അങ്ങനെ നടക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ പറയാ, ജനത്തിന് നേരെ കർത്താവിൻ്റെ കോപം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ആക്രമണങ്ങളും നശീകരണവും അസമാധാനവും തകർന്ന രീതിയിലുള്ള ഭരണകൂടവും വഴി അനേകർ നശിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് എല്ലാ മക്കളും മനമുരുകി പ്രാർത്ഥിക്കണം. ഇന്ത്യ, നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അമ്മ നൽകിയ സന്ദേശമാണ്. ഇന്ത്യ സാത്താൻ്റെ ഘോരമായ കരവലയത്തിൽ പെടുന്നു. പെട്ടു എന്നല്ല പറഞ്ഞത്, അത് തരുമ്പോൾ പെടുന്നു. പെട്ടിട്ടുണ്ടായിരിക്കാം, പെടുന്നത് അമ്മ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പറയുന്നേ, ഇന്ത്യ സാത്താൻ്റെ ഘോരമായ കരവലയത്തിൽ പെടുന്നു, പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എല്ലാ മക്കളും തയ്യാറാകണം. നമ്മുടെ മാതൃരാജ്യത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. വീണ്ടും 25ാമത്തെ സന്ദേശം 1998 മാർച്ച് 1 പരിശുദ്ധ അമ്മ തന്നു. അതൊരു പ്രത്യേക അനുഭവത്തിലൂടെയായിരുന്നു. ഒരു ആത്മീയ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയമാണ് പരിശുദ്ധ അമ്മ ഈ സന്ദേശം നൽകിയത്. മക്കളെ, ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടും, ബലികൾ നിലയ്ക്കപ്പെടും, അധികാരികൾ പുരോഹിതർ നാടുകടത്തപ്പെടും. വിലാപത്തേക്കാൾ പ്രാർത്ഥനയാണ് ആവശ്യം. നേരത്തെ നമ്മൾ ധ്യാനിച്ചില്ലേ, പ്രാർത്ഥിച്ചില്ലേ? ഇതൊക്കെ സംഭവിക്കുമ്പോൾ വിലപിച്ചുകൊണ്ട് നെഞ്ചിത്തടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. വിലാപത്തേക്കാൾ പ്രാർത്ഥനയാണ് ആവശ്യം. ആ ആവശ്യം മനസ്സിലാക്കിയിട്ട് ഈ ദിനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. 1.5 മണിക്കൂറിൻ്റെ ഒരു ശുശ്രൂഷ ഷെക്കേന TV-യിൽ പങ്കെടുത്തിട്ട് സ്വസ്ഥമായി കിടന്നുറങ്ങി. നാളെ നേരം വെളുത്ത് കുറേ കാര്യങ്ങൾ ചെയ്തു, ഒരു കുഴപ്പമില്ല. പിന്നെ പിറ്റേ ദിവസം 9 മണിയായി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ആ പങ്കെടുക്കലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇത് സംഭവിക്കില്ല കേട്ടോ. അമ്മയുടെ ആഗ്രഹം സഫലീകരിക്കില്ല. ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ അതങ്ങ് ഇറാഖിലാണ്, ഇറാനിലാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അത് ഫിലിപ്പീൻസിലാണ്, മറ്റു ദേശത്താണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അമ്മ ഉദ്ദേശിക്കുന്ന ദേവാലയങ്ങൾ ബാഹ്യ ദേവാലയങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ ശരീരമാകുന്ന, ജീവിതമാകുന്ന ആലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. കർത്താവിൻ്റെ തിരുസ്വരൂപങ്ങളെ തച്ചുടച്ചുകൊണ്ട് പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. യേശുവിനെ അറിയാത്ത
യേശു ആരാണെന്ന് മനസ്സിലാക്കാത്ത എൻ്റെയും നിങ്ങളുടെയും സഹോദരങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടും. പ്രാർത്ഥിക്കുക മക്കളെ, പ്രാർത്ഥിക്കുക. 98 മാർച്ച് 1 പറഞ്ഞു, പ്രാർത്ഥിക്കുക മക്കളെ. ബലികൾ നിലയ്ക്കപ്പെടുന്നു. നിലയ്ക്കപ്പെടാൻ സാത്താൻ അത് ആഗ്രഹിക്കുന്നു. ബലികൾ നിലയ്ക്കുകയില്ല, നിർത്തുകയില്ല. നിലയ്ക്കാനായിട്ട് സാത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പുരോഹിതരെ നാടുകടത്തുന്നു. നമ്മുടെ എത്ര പ്രിയപ്പെട്ട പുരോഹിതരെയാ പലതരത്തിലുള്ള കുറ്റങ്ങൾ ആരോപിച്ച് ഒരു ദേശത്ത് നിന്ന് മറ്റു ദേശത്തേക്ക് കൊണ്ടുപോയത്. ജയിലിൽ കിടക്കുന്ന എത്ര പുരോഹിതരുണ്ട്. എത്ര പുരോഹിതരെ പിടിച്ചു കൊണ്ടുപോയി. പല തീവ്രവാദ സംഘടനകളും വന്നിട്ട് പല സ്ഥലങ്ങളിലുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മുടെ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കൊക്കെ ഒത്തിരി സഹനങ്ങളുണ്ട്. നാട് കടത്തപ്പെടുന്നുണ്ട്. വിലാപത്തേക്കാൾ വിലപിച്ചുകൊണ്ടിരിക്കല്ലേ, ഉണര്, പ്രാർത്ഥിക്കേ. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ അശുദ്ധിയിലും വ്യക്തിമാഹാത്മ്യത്തിലും ആശ്രയിച്ച് കൃപകൾ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം തകരുന്നു. ആത്മീയ ശൂന്യതയാണ് ഇതിന് കാരണം. ഇവരെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. അമ്മയുടെ ഈ സന്ദേശത്തിൻ്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും വിശുദ്ധ കുർബാന എന്ന സത്യം ഈ ലോകത്ത് അവസാനിക്കാതിരിക്കാനും, അവസാനിക്കില്ല, പ്രവചനങ്ങളിലൂടെ ഈശോ പറഞ്ഞിട്ടുണ്ട്, അത് അവസാനിക്കാതിരിക്കാൻ നമ്മളും പ്രാർത്ഥിക്കണം. നമ്മളും ബലിയായി ജീവിക്കണം. വിശ്വാസത്തിലൂടെ വിശുദ്ധിയിലൂടെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 26ാമത്തെ സന്ദേശം 1998 മാർച്ച് 24 നൽകി. അത് ഈശോ നൽകിയ സന്ദേശമാണ്. മക്കളെ, ഒരുങ്ങുവാനും ഒരുക്കപ്പെടുവാനുമുള്ള കാലഘട്ടമാണിത്. ഓരോ സന്ദേശത്തിൽ ഈശോയ്ക്ക് അമ്മയ്ക്കും പറയാനുള്ളത് കാലഘട്ടത്തെക്കുറിച്ചാണ്. നീ ജീവിക്കുന്ന കാലഘട്ടം കുഞ്ഞെ ഇതാണെന്ന് ബോധ്യപ്പെടുത്തി തരിക. ശൂന്യതയിൽ നിന്നും ജനിച്ച നിങ്ങൾ ശൂന്യരായി തിരിച്ചു പോകുമ്പോൾ ഈ ലോകത്ത് ശൂന്യത നൽകി പോകരുത്. നിങ്ങളുടെ സൽകൃത്യങ്ങൾ നിങ്ങളുടെ പിൻഗാമികൾക്ക് മാതൃകയാകട്ടെ. ആ മാതൃക ക്രിസ്തീയതയാകട്ടെ എന്ന് നമുക്ക് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കാം. ശൂന്യതയിൽ നിന്നാണ് നാം വന്നത്. ദൈവത്തിൻ്റെ തിരുഹിതമനുസരിച്ച് മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കപ്പെട്ട മനുഷ്യൻ ശൂന്യനായിട്ട് ലോകത്തിലേക്ക് വന്നു. ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ ശൂന്യത കൊടുക്കരുത് എന്ന് ഈശോ പറയാ. അപ്പം നമ്മൾ പിന്നെ എന്താ കൊടുക്കുക? നമ്മളെ ഓർക്കുന്നവൾ കർത്താവിനെ ഓർക്കണം, നമ്മുടെ രക്ഷകനെ ഓർക്കണം. നമ്മുടെ ഓർമ്മകൾ ഈ ലോകത്ത് നിന്ന് അറ്റുപോയാലും ഈ ലോകത്തിൽ ജീവിക്കുന്ന വരും തലമുറകൾ യേശുവിൻ്റെ സ്നേഹത്തിൽ ജീവിച്ചൊരു വ്യക്തിയെ ഓർക്കണം. യേശുവിന് വേണ്ടി സുവിശേഷമായി മാറിയൊരു വ്യക്തിയെ ഓർക്കണം. അത് ഇപ്പോൾ സംഭവിക്കട്ടെ. ശൂന്യത നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് കുഞ്ഞെ നീ ആഗ്രഹിക്കുക. നിങ്ങൾ മൂകരോ ബധിരരോ ആയിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് അധികം കണക്ക് ചോദിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് കണക്ക് ചോദിക്കുവാൻ അധികാരമുള്ള ഈശോ നമ്മളോട് പറയുക. നമ്മൾ മൂകരാണോ? നമ്മൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ലേ? നമ്മൾ ബധിരരാണോ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാനും നിങ്ങളും സംസാരിക്കുന്നില്ലേ? ഈശോ പറയാ, നിങ്ങൾ മൂകരോ ബധിരരോ ആയിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് അധികം കണക്ക് ചോദിക്കേണ്ടി വരുമായിരുന്നില്ല. എന്നാൽ നിങ്ങളെല്ലാം തികഞ്ഞവരായി സൃഷ്ടിച്ചിട്ട് എന്തേ മക്കളെ നിങ്ങൾ മുഖം തിരിച്ചു നടക്കുന്നു? ഈശോയുടെ സങ്കടം, ഈശോയുടെ സങ്കടം. അപ്പം നമ്മളോട് ഈശോ എന്തുമാത്രം ചോദിക്കും? ഓരോ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമങ്ങൾ തെറ്റുമ്പോൾ കർത്താവ് അറിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിന്തകൾ തെറ്റുമ്പോൾ, നമ്മുടെ വിചാരങ്ങളിൽ വികാരങ്ങളിൽ തെറ്റുപറ്റുമ്പോൾ, നമ്മുടെ വിചാരത്തിലും വികാരത്തിലും വിശുദ്ധി നിറയുമ്പോൾ, സന്തോഷവും സമാധാനത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ ഈശോ അറിയുന്നുണ്ട്. ഈശോ അറിയുന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെയും നിങ്ങളുടെയും ജീവൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ട് ഈശോ പറയാ, സംസാരിക്കാൻ കഴിവുള്ള, കേൾക്കാൻ കഴിവുള്ള, ഗ്രഹിക്കാൻ കഴിവുള്ള എന്നെ നോക്കി കുഞ്ഞെ, നിന്നെ നോക്കി പറയാ, നീ മൂഖനായിരുന്നെങ്കിൽ ബധിരനായിരുന്നെങ്കിൽ എനിക്ക് നിന്നോട് അധികം കണക്ക് ചോദിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ഇന്ന് ഞാൻ ചിന്തിക്കുക കുഞ്ഞെ എന്ന് കരുതി ഈശോയ്ക്ക് തെറ്റുപറ്റിയതല്ല. ഈശോ മൂകനല്ലാതെ ബധിരയല്ലാതെ നിന്നെയും എന്നെയും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് യേശുവിൻ്റെ മുൻപിൽ, എനിക്ക് യേശുവിൻ്റെ മുൻപിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള അത് ഗ്രഹിക്കാനുള്ള ബുദ്ധിയും ദൈവം തന്നിട്ടുണ്ട്. ആ ബുദ്ധിയിൽ കൃപ നിറയ്ക്കുകയാണ് നമ്മുടെ ദൗത്യം. ആ കൃപയ്ക്കുള്ള വഴിയാണ് പ്രാർത്ഥന. നമ്മുടെ ജീവിത രീതികളെ നാം ക്രമപ്പെടുത്തണം.
എൻ്റെ അമ്മ വചനം സ്വീകരിച്ച നിമിഷം മുതൽ അമ്മ ജീവിച്ച ജീവിത രീതികളെ നിങ്ങൾ അനുകരിക്കണം. ഈശോ പറയാ, അമ്മ ജീവിച്ച ജീവിത രീതികളെ നിങ്ങൾ അനുകരിക്കണം. അമ്മ പറഞ്ഞു, വചനത്തിൽ ജീവിച്ചു, വചനം വായിച്ചു, വചനം ഗ്രഹിച്ചു, വചനത്തിൽ ജീവിച്ചു, വചനത്തിന് വേണ്ടി ഒരു ഹോമ ബലിയായിട്ട് ശരീരം അർപ്പിച്ചു, ആത്മാവിനെ ആത്മീയ തൃഷ്ണ കൊണ്ട് ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി, പ്രലോഭനങ്ങളെ അതിജീവിച്ചു, പ്രലോഭനങ്ങളിൽ വീണുകിടന്നില്ല, പ്രലോഭനങ്ങളെ അതിജീവിച്ചു, പ്രലോഭനങ്ങളിൽ മേൽ പ്രബലപ്പെടാനുള്ള ഒരു പ്രബലത നേടിയെടുക്കാൻ പരിശുദ്ധ അമ്മയെ അനുകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിന് അമ്മയ്ക്ക് മാത്രമേ നമ്മൾക്ക് ശക്തി പകർന്നു തരാൻ പറ്റൂ. കാരണം അമ്മ ആ വഴിയിൽ ജീവിച്ച് പ്രബലപ്പെട്ട ഏറ്റവും പ്രബലയായ, ഏറ്റവും കുലീനതയുള്ള സ്ത്രീയാണ് പരിശുദ്ധ കന്യകാമറിയം. അവളെ തോൽപ്പിക്കാൻ ഒരു ലോകത്തിനോ ഒരു പിശാചിനോ സാധ്യമല്ല. ആ അമ്മ എൻ്റെ അമ്മയാണ് കുഞ്ഞെ, നിന്റെ അമ്മയാണ്, നിന്റെ കുടുംബത്തിൻ്റെ നാഥയാണ്, സഭയുടെ അമ്മയാണ്, ലോകത്തിൻ്റെ അമ്മയാണ്. അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥനയുടെ വഴിയിലൂടെ വചനം സ്വീകരിച്ച് മുന്നേറാം. വചനം സ്വീകരിക്കുകയും അത് ഫലം പുറപ്പെടുവിക്കുന്ന വിധത്തിൽ ജീവിക്കുകയും ചെയ്യുക. വചനം സ്വീകരിച്ചാൽ മാത്രം പോരാ, ഒരു വിത്തിട്ടാൽ അത് വളരുമല്ലോ, അത് മുളയ്ക്കുമല്ലോ. മുളയ്ക്കുമ്പോൾ അത് വളരണമല്ലോ, അതിന് വളമിട്ട് കൊടുക്കണ്ടേ, വെള്ളമൊഴിച്ചു കൊടുക്കണ്ടേ. അതിന് സഭ നമുക്ക് കൂദാശകളാകുന്ന ചാനലുകൾ തുറന്നു തന്നിട്ടുണ്ട്, പ്രാർത്ഥനയുടെ വഴികൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അമ്മ ഇത്രയും സംസാരിച്ചത് ഇനിയും സംസാരിക്കുന്നത് ആ വഴികളെ തന്നെയാണ്. അങ്ങനെയാണ് വചനത്തിന് ഫലം നൽകുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക. ലോകത്തിൻ്റെ മതിലുകളെ തകർത്ത് കർത്താവിനായി വിശുദ്ധീകൃതരാവുകയും ആത്മാക്കളെ നേടുകയും ചെയ്യുക. ഹല്ലേലൂയ! ആത്മാക്കളുടെ നേട്ടം നമ്മുടെ നേട്ടം, അത് കർത്താവിൻ്റെ നേട്ടം. ആത്മാവിൻ്റെ രക്ഷ എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യമായിരിക്കണം. അതിന് ലോകത്തിൻ്റെ മതിലുകളെ തകർക്കണം. വചനത്തിൻ്റെ വിത്ത് ഫലം ചൂടാനായിട്ട് ലോകത്തിൽ നമ്മളെ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ അതിന് സാധിക്കുകയില്ല. ലോകവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ പാലങ്ങളെ തകർത്തേ മതിയാകൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ആരും അയച്ചത് ഓർക്കുന്നു. ഒരു വഞ്ചിയെ കരയ്ക്ക് എന്തിനോടെങ്കിലും ബന്ധിപ്പിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിലിരുന്ന് തുഴഞ്ഞാലും കാര്യമില്ല, ആ ബന്ധിച്ചിട്ടിരിക്കുന്ന ചരട് പൊട്ടിച്ചാൽ വഞ്ചി മുന്നോട്ട് പോകുകയുള്ളൂ എന്ന്. ഹല്ലേലൂയ! അതുപോലെ ലോകവുമായി നമ്മളെ ബന്ധിപ്പിച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും ലൗകികതയുടെ ചരടുണ്ടെങ്കിൽ, ലോകവുമായി നമ്മെ ബന്ധിപ്പിച്ചിട്ടിരിക്കുന്ന എന്തെങ്കിലും ബന്ധനങ്ങളുണ്ടെങ്കിൽ, പാലങ്ങളുണ്ടെങ്കിൽ, ആ മതിലുകളെ, ആ പാലങ്ങളെ, ആ ചരടുകളെ പൊട്ടിച്ചെറിയണം. ആ പൊട്ടിക്കാനുള്ള മാർഗമാണ് പ്രാർത്ഥന, ദൈവകൃപയിൽ ആശ്രയിച്ചിട്ടുള്ള ജീവിതം. മറ്റൊന്നും വേണ്ട ദൈവമേ, ലോകം എന്നെ എന്തും പറയട്ടെ, ആൾക്കൂട്ടത്തിൽ ആത്മാർത്ഥതയില്ലാത്ത നമ്മൾക്ക് നേരെ നൽകുന്ന ആത്മാർത്ഥതയില്ലാത്ത പ്രോത്സാഹനത്തെക്കാൾ, കയ്യടിയേക്കാൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് വിലയുള്ള കലർപ്പില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ്. ആ അധികാരമാണ് അധികാരം, സ്നേഹത്തിൻ്റെ അധികാരം. അതാണ് അംഗീകാരം. ലോകം നമ്മളെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചാലും അതിൽ ആത്മാർത്ഥതയില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു കണിക കാണും. എന്നാൽ ദൈവം സഹനത്തിൻ്റെ ചുഴിയിലാണ് നമ്മളെയെങ്കിലും കരം പിടിച്ചുയർത്തിക്കൊണ്ടൊന്ന് പ്രോത്സാഹിപ്പിക്കും. ആ പ്രോത്സാഹനമാണ് നമ്മൾക്ക് അംഗീകാരമായിട്ട് ഭവിക്കുക. അത് കിട്ടണമെങ്കിൽ ലോകവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന പാലം തകർത്തേ പറ്റൂ. നമ്മുടെ ജീവിതം ദൈവവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടിരിക്കണം. ദൈവം തുഴയുന്നേ ഈ ജീവിത നൗക, അവൻ ഉറങ്ങുകയോ മയങ്ങുകയോ ഇല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ആവർത്തനമാണ് നിങ്ങളുടെ ജീവിതമെന്ന് ഈശോ നമ്മളോട് പറയുമ്പോൾ ഈശോ കാണിച്ചു തരുന്ന മാർഗം അമ്മയുടെ വഴികളാണ്. പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം, ഇവ അനുഷ്ഠിക്കുക. ഈശോ നമുക്ക് നൽകിയ സന്ദേശമാണ്. മക്കളെ, പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം, ഇവ അനുഷ്ഠിക്കുക. ഹല്ലേലൂയ! പ്രാർത്ഥനയുടെയും പ്രാശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഈ ദിനങ്ങൾ ഏറ്റവും ഫലപ്രദമാകാനായിട്ട് ഈ 26 സന്ദേശങ്ങളും നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മ നമ്മെ നയിക്കട്ടെ. ഇതിനെല്ലാം ഉടയവനായ ഈശോ
നമ്മെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവ്, അനന്ത നന്മ സ്വരൂപിയായ ദൈവം ഈ പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വഴിയിൽ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹം നമ്മെ